यहाँ क्या क्या है बताओ, क्या क्या है? अच्छा, ये कश्मीर है। देखो देखो लाइट। हेलो गाइस। പറയടോ. Hey dears, once again, welcome back. It's me Rose. നമ്മുടെ കാശ്മീർ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളിന്ന് വന്നിട്ടേ ഉള്ളൂ. ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ നേരെ നമ്മുടെ ശ്രീനഗറിലെ ഹോട്ടലിലെത്തി, ജമ്മു റെസിഡൻസി. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് നമ്മൾ ശ്രീനഗറാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ശ്രീനഗറുള്ള മുഗൾ ഗാർഡൻ ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഷിക്കാറയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹേ ഡിയേഴ്സ്, ഇപ്പം നമ്മളുള്ളത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ കാശ്മീർ പോകാൻ പോവുകയാണ്. നമ്മുടെ കാശ്മീർ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എൻ്റെ മോൾമുത്തേ, അങ്ങനെ ഞങ്ങൾ കാശ്മീർ എത്തി. കാശ്മീർ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ ശ്രീനഗർ പോവുകയാണ്. നമ്മൾ പിക്ക് ചെയ്യാൻ ക്യാബൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജമ്മു ടു ശ്രീനഗർ 250 കിലോമീറ്റർ ഉണ്ട്. അതായത് ഒരു 6.5 മണിക്കൂർ യാത്രയുണ്ട് ജമ്മു ടു ശ്രീനഗറിലേക്ക്. ജമ്മു കാശ്മീരിൽ നമുക്ക് എവിടെ നോക്കിയാലും പട്ടാളക്കാരെ കാണാം. ഇപ്പോൾ ദേ മിലിറ്ററി വെഹിക്കിൾ ഇപ്പോൾ ഇതിലേക്കൂടെ കടന്നു പോവും. ഭയങ്കര സെക്യൂരിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇതേ കണ്ടോ, എത്ര മിലിറ്ററി വെഹിക്കിളിൽ കൂടെ ഇപ്പോൾ കടന്നു പോയെന്ന്. പലർക്കും ജമ്മു കാശ്മീരിൽ വരാൻ കുറച്ച് പേടിയാണ്. പക്ഷേ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവമേ ഉണ്ടായില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. നമ്മളിപ്പോൾ പോകുന്നത് ഒരു വലിയ ടണലിനകത്തൂടെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് 9 കിലോമീറ്റർ ഉണ്ട് ഇതിനകം. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ടണലിലൂടെ പോകുന്നത്. ഞങ്ങൾ രാവിലെ ഒരു 5:30-6 മണി അടുപ്പിച്ചാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ഇറങ്ങി വന്നപ്പോൾ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പ് കുഴപ്പമില്ലായിരുന്നു, വലിയ തണുപ്പില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ഓക്കെ ഇത്രേ തണുപ്പേ ഉള്ളൂ എന്ന് കരുതി. അപ്പം നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വന്ന ഡ്രൈവറിനോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു വലിയ തണുപ്പില്ലെന്ന്. അപ്പം ഡ്രൈവർ പറഞ്ഞു തണുപ്പ് ഇവിടെ അല്ല, നമ്മുടെ കാശ്മീരിലാണ് തണുപ്പ്, ജമ്മുവിൽ തണുപ്പില്ല, ഇതൊന്നും ഒരു തണുപ്പല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ നമ്മൾ ശ്രീനഗറിനോട് അടുക്കുകയാണ്. ഇനി ഒരു 55 കിലോമീറ്ററും കൊണ്ട് ശ്രീനഗറിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി യാത്ര ചെയ്യാമെന്ന് കരുതി. കാരണം ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് നമുക്ക് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിർത്തി ചായയൊക്കെ കുടിച്ചു, ഒരു ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ചു. ബൈ. गाइस, हम लोग कश्मीर में आ गए यार, और हम लोग आज कश्मीर का पहला दिन है और हम लोग घूमने जा रहे हैं कश्मीर में. मज़ा आएगा. और ये आपको कश्मीर देखना है तो आइए. हाय गाइस, कश्मीर आ गया. कश्मीर आ गया. हम लोग आ गया. अच्छा लगा, अच्छा लगा. अच्छा लगा.
Srinagar is the largest city of Jammu and Kashmir. Most of the sightseeing locations around Kashmir can be accessed from Srinagar. അങ്ങനെ ഞങ്ങൾ ശ്രീനഗർ എത്തി. നമ്മളുടെ ഹോട്ടൽ ജർമ്മൻ റെസിഡൻസിയിൽ പോയി ഷടപടേ റെഡി ആയിട്ട്, കാരണം സമയം മൊത്തം പോയി. നമ്മൾ എത്തിയപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രീനഗറാണ്. അതുകൊണ്ട് ഷടപടേ റെഡിയായി ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ഡാൽ ലേക്കിലെത്തി. ഇന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിക്കാര റൈഡാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ദാൽ ലേക്കിനടുത്താണ്. ഏകദേശം ഒരു 20 മിനിറ്റ് യാത്രയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ദാൽ ലേക്കിലെത്താൻ പറ്റി. ഷിക്കാര ചാർജസ് അവർ റേറ്റ് കൂട്ടി പറയും, 2000-3000 ഒക്കെ പറയും പെർ പേഴ്സൺ. പക്ഷേ നിങ്ങൾ മാക്സിമം ബാർഗെയിൻ ചെയ്യുക. പെർ പേഴ്സൺ 800 ആണ് 1 മണിക്കൂറത്തേക്ക്. अच्छा, ये मसाला डालना सर. हाँ, मसाला भी भुट्टा भी करा भी 2 दीजिए. ओ कटा. इसका थोड़ा गरम कर दो भैया. वो ये परवाह नहीं है यार. थोड़ा गरम कर दो, ये ठंडा हो गया. खटा. ये बाहर से लाया, अभी लाया. एक गरम ये अपना. കശ്മീരിൽ നല്ല രീതിയിൽ സ്കാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പണി കിട്ടി. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. Dal Lake in Srinagar, also known as the jewel in the crown of Kashmir. This lake is a major tourist attraction in region. ഷിക്കാര റൈഡിൻ്റെ ചാർജസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെങ്ത്, നമ്മൾ എത്ര ദൂരം പോകുന്നു അതിനനുസരിച്ചിട്ടാണ്. അതായത് പെർ പേഴ്സൺ 800 ആണ് 1 മണിക്കൂറത്തേക്ക്. കാശ്മീരിലെ ചോളം എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, പാറ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്, ഭയങ്കര മധുരമാണ്. നമുക്ക് ഇവിടെയും നമുക്ക് ചോളം കിട്ടും, പക്ഷേ കാശ്മീരിലെ ചോളം എൻ്റെ അമ്മ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഗായ്സ്, ഇപ്പം നമ്മളുള്ളത് ഷിക്കാര റൈഡിലാണ്. ഷിക്കാര റൈഡിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കാശ്മീരി ട്രഡീഷണൽ ഡ്രിങ്ക് ആയിട്ടുള്ള കഹ്വയാണ്. ഭയങ്കര ഹെൽത്തി ഡ്രിങ്കാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സ്പൈസസും നട്ട്സും സാഫ്രണും ഒക്കെ ഇടും. അതായത് നമ്മുടെ ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ ഇതിനകത്ത് ആൽമണ്ട്സും വാൾനട്ടും അതൊക്കെ റോസ്റ്റ് ചെയ്താണ് ഇടുന്നത്. പിന്നെ ഇതിനകത്ത് കാശ്മീരി റോസസ് ഒക്കെ ഇടും. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഗ്രീൻ ടീ ലീവ്സും ഇടും, അത് മെയിനാണ്. എസ്പെഷ്യലി ഈ ഒരു ഡ്രിങ്ക് അവർ പ്രിപ്പയർ ചെയ്യുന്നത് കോൾഡ് വിൻറ്റേഴ്സിലാണ്. അതായത് നമ്മുടെ ബോഡി വാമായിട്ടിരിക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ദാൽ ലേക്കിൽ ഹൗസ് ബോട്ട്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഗാർഡൻ ഉണ്ട്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. എല്ലാം നമുക്ക് ഷിക്കാരയിലിരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാം. ഈ പുള്ളി ഇട്ടിരിക്കുന്ന കാശ്മീരി ഡ്രസ്സാണ്. അതായത് പുള്ളി ഇരിക്കുന്ന ഡ്രസ്സിൻ്റെ താഴെ സമോവർ എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടുണ്ട്. അതായത് ട്രഡീഷണലി വിൻ്റർ ടൈമിൽ അവർ ബോഡി ഹീറ്റാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് കോപ്പർ കെറ്റിലാണ്. അതിലിങ്ങനെ കോൾ യൂസ് ചെയ്യും. സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഞങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ഇടാം. ഞങ്ങൾ ഒരു ദിവസം ഹൗസ് ബോട്ടിലും സ്റ്റേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ആരും ഷിക്കാര മിസ് ചെയ്യരുത്. അതിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ, അതായത് സ്നോ ക്യാപ്ഡ് മൗണ്ടൻസും ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് ഗാർഡൻ, കുറേ ചെറിയ ചെറിയ സ്റ്റോറുകളുണ്ട്, കുറേ ഷിക്കാരാസ് ഉണ്ട്. ഷിക്കാരയുള്ള ബെസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആണ്, അതായത് സൺസെറ്റ് ടൈം. ദാൽ ലേക്കിനെ ഗോൾഡൻ ലേക്ക് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈകുന്നേരം സമയം, അതായത് സൺസെറ്റ് സമയത്ത് ഹൗസ് ബോട്ട്സ് എല്ലാം ഓൾറെഡി ഗോൾഡൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്ന് ഫുള്ളി ലൈറ്റ്സ് എല്ലാം ഇടുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ലേക്ക് ഒരു ഗോൾഡൻ കളറിലായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഗോൾഡൻ ലേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഷിക്കാരയിലിരുന്ന് ദാൽ ലേക്കെല്ലാം കണ്ടു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നിഷാദ് ഗാർഡനിലേക്കാണ്. പോകുന്ന വഴിക്ക് നല്ല സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിർത്തി കുറച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഇപ്പം നമ്മൾ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ് നിഷാദ് ഗാർഡനിലേക്ക്. അങ്ങനെ ഞങ്ങൾ നിഷാദ് ഗാർഡനിലെത്തി. നമ്മുടെ ദാൽ ലേക്കിനടുത്ത് തന്നെയാണ് നിഷാദ് ഗാർഡൻ വരുന്നത്. നമുക്ക് ഈ ഗാർഡനിൽ നിന്നുകൊണ്ട് തന്നെ ദാൽ ലേക്ക് കാണാൻ സാധിക്കും.
You do this. Cutie pie in Kashmir. Flying kiss കൊടുക്ക്. Hi guys, നമ്മളൊരു ഇവിടെ നിൽക്കുക. Hi guys, ഞാനാണ് ചെലോസ്. നമ്മൾ എവിടെ ഇപ്പോ? कश्मीर साकिब यहाँ पे है गाइस हम खाना बना गया अच्छा कबूतर आ गया कबूतर आ गया कहाँ है कबूतर दिखाओ कबूतर नहीं मैना मैना आ गया है अच्छा यहाँ क्या क्या है बताओ क्या क्या है कश्मीर है अच्छा ये कश्मीर है हाँ अच्छा और आप हम गोल कश्मीर है अच्छा अच्छा तुमको मैं कश्मीर दिखाऊंगा रियली हाँ ओह थैंक यू हम तुम्हारे फ्रेंड दे दो देखो देखो गाइस हाँ रियली देखो गाइस ओह बहुत सुंदर ये देखो हाँ ऊपर देखना है दिखाना है हाँ, अच्छा सकी कुछ बोलो बहुत ठंडा है अच्छा बहुत यहाँ पे यहाँ बहुत ठंडे है बहुत स्विमिंग पूल है अच्छा आप यहाँ कब आया हाँ कब पे कब सुबह सुबह आया है ना नहीं देते हैं अच्छा आप सुबह सुबह आए नहीं है मेरा जात अच्छा तुम्हारा जात ये डेट फोन है हाँ हाँ रियली हाँ क्यूटी पाई ये मेरा जात नहीं है आपके साथ टेडी बेयर नहीं है और किसके साथ है टेडी बेयर नहीं है अंकल के जात है अंकल अच्छा अंकल के साथ है अच्छा अंकल की गाड़ी में है ना हाँ अंकल की गाड़ी में है डॉगी डॉगी कहाँ हमको है? काटूंगा आपको काटूंगा रियली आप दौड़ना ठीक देखेगा तो दौड़ना ओके हम नहीं दे दूंगा हम छोटे बच्चे हैं हम छोटे बच्चे चाचा आई एम क्यूट हाँ आप मेरा क्यूट है रियली हाँ पापा यहाँ पे है और साकिब यहाँ पे है हम यहाँ पे है ये तेलोचना है ये आप अभी कहाँ पे है हम यहाँ पे अब क्या करना है डॉगी പറയുന്നു नीचे नहीं आ गया नीचे है कश्मीर है तो हम देखिए मजबूर नहीं थे पूरा पूरा बंद हो गया मेरा अभी नहीं कैसा लगा बहुत ठंड है ഉദാസേ ജന്നത്ത് ഹേ. ദാ നമുക്കിവിടെ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പുറകിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇത് എല്ലാ സ്പോട്ടിലും ഉണ്ട് ഇവിടെ മാത്രമല്ല എല്ലാ സ്പോട്ടിലും നമുക്ക് കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം നല്ല തണുപ്പുണ്ട് കൈയൊക്കെ ദാ ചുമന്നു പോയി ഇപ്പം നമ്മളുള്ളത് നിഷാദ് ഗാർഡനിലാണ് മുഗൾ ഗാർഡനിലൊന്നായ നിഷാദ് ഗാർഡനിലാണ് ഇവിടെ നമ്മൾ ഇനി അടുത്ത ഗാർഡനിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് നമ്മൾ ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ നിഷാദ് ഗാർഡനിലേക്ക് വന്നത് ദാ ഒരാളിവിടെ വീണിട്ട് ഉടുപ്പൊക്കെ ഗന്ധാക്കിയിട്ട് ഇവിടെ ഇരിപ്പുണ്ടല്ലേ സഹ ആരും ഉടുപ്പ് ഗന്ധാക്കിയേ ഒരു ഡോഗ് ഇല്ലേ കൂടെ ഓടി കളിക്കുന്നുണ്ട് ഓക്കേ
വിൻ്റർ ടൈമിൽ ഗാർഡൻ കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല, കാരണം ഇലകളൊക്കെ കൊഴിഞ്ഞ് എല്ലാം വാടിക്കരിഞ്ഞൊരവസ്ഥയിലായിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ ഏപ്രിൽ ടു ജൂൺ സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരം ഫ്ലവേഴ്സ് കാണാം. പിന്നെ ഇവിടെ ടുലിപ്പ് ഗാർഡൻ ഫെസ്റ്റിവലൊക്കെ നടക്കും സമ്മർ ടൈമിൽ, അതൊക്കെ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാം. Srinagar, Jahangir's heaven on earth. Srinagar offers the picturesque Dal Lake, breathtaking mountain views, stunning Mughal gardens. The city is famous for its 9 old bridges connecting the two parts of the city. വാശിനെ പിടിച്ചോണ്ട് പോവല്ലേ? ചേർപ്പ എവിടെ വന്നേ? സാക്കി എന്ത് ചെയ്യുവാ? ഓക്കെ, ഇപ്പൊ എവിടെയാ നമ്മള്? നമ്മള് ഗാർഡനിലല്ലേ? നിഷാദ് ഗാർഡനിലാന്ന് പറ. യെസ് കണ്ണാ, ആ അങ്കിള് വരും. അതോ അങ്ങ് ദൂരെ കാണുന്ന ദാലിലേക്കാണ്. നമ്മൾ കുറേ നേരം നിഷാദ് ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ കളിച്ച് ബഹളം വെച്ച് നടന്ന് കുറേ നേരം. ഓൾറെഡി നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ടൈം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, എങ്കിലും നമ്മളിവിടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് പോകേണ്ടിയിരുന്നത് ഷാലിമാർ ഗാർഡനിലേക്കാണ്. അൺഫോർച്ചുനേറ്റ്ലി പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ റോഡ് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ, അതായത് നമ്മുടെ പാക്കേജിൽ വരുന്നത് ചഷ്മ ഷാഹി, തുലിപ്പ് ഗാർഡൻ, അങ്ങനെ കുറച്ച് ഗാർഡനൊക്കെ നമുക്കിന്ന് വിസിറ്റ് ചെയ്യണമായിരുന്നു, ശങ്കരാചാര്യ ടെമ്പിൾ. പക്ഷേ നമ്മൾ വന്നപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഈ വിൻ്റർ ടൈമിൽ ഗാർഡനൊക്കെ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങളും വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. ഒരു ഗാർഡൻ കണ്ടല്ലോ, അവിടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുഡിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെന്നത് ശ്രീനഗർ ലാൽ ചൗക്കിലുള്ള ഹിസ്റ്ററിക്കൽ ലാൻഡ്മാർക്കായിട്ടുള്ള ക്ലോക്ക് ടവറിന് മുന്നിലെത്തി. The clock face is made from hundreds of individual pieces of glasses. Clock towerന്റെ കളർ കണ്ടോ, ട്രൈ കളർ. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. കാശ്മീർ സീരീസിൻ്റെ ഡേ 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് മുഴുവൻ ശ്രീനഗറാണ്. ഇനി നാളെ നമ്മൾ പോകുന്നത് സോൺമർഗാണ്, അത് കഴിഞ്ഞ് ഗുൽമർഗ്, പിന്നെ പഹൽഗാം, പിന്നെ ഒരു ദിവസം നമ്മൾ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡേ 1 ഇവിടെ തീരുകയാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് നിഷാദ് ഗാർഡനിൽ പോയി, പിന്നെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലൊക്കെ പോയി, പിന്നെ ശിക്കര റൈഡിൽ പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡേ 1. ഇനി നമുക്ക് നാളെ കാണാം. സോ ബൈ. നമ്മുടെ വ്ളോഗ്സ് ഒന്നും കാണാൻ മറക്കരുത്. അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇപ്പം സമയം എത്രയാ? ഇപ്പം സമയം 8:30 ആയിട്ടുള്ളൂ. പക്ഷേ പുറത്ത് ഭയങ്കര തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. നമ്മൾ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല, കയ്യൊക്കെ ഇങ്ങനെ മരവിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിൽ കയറി. ഇനി നാളെ സ്നോ ഡേ ആണ്. സ്നോ ഡേ നാളെ മുതൽ നമ്മൾ സ്നോ ഡേ സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ സാക്കി? സാക്കി ഭയങ്കര എക്സൈറ്റഡ് ആ സ്നോ. സാക്കി ഇവിടെ വന്നപ്പോൾ തൊട്ടേ സാക്കി ചോദിക്കുന്നു സ്നോ എവിടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.
അപ്പോൾ കാശ്മീർ ഡേ 1 വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഓൾറെഡി സോൺമർഗ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ അതും കൂടെ ഒന്ന് പോയി കാണുക. സോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ഇറ്റ്സ് ബൈ ഫ്രം റോസ്.